السلام عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുന്ന സമയം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർഭയത്വം നൽകുന്ന വിശ്വാസം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതിൻ്റെ ഗൗരവം ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ പരിശോധിക്കുമ്പോഴാണ്. പലതിനെയും ഭയന്നുകൊണ്ട്, പലരെയും പേടിച്ചുകൊണ്ട്, പല വിഷയങ്ങളെയും തനിക്ക് എതിരായി വരുമോ എന്ന ഭയത്താൽ പലതിൻ്റെയും പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിന് സമ്മാനിച്ച അള്ളാഹുവിൻ്റെ ആദർശമായ പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ വിശ്വാസ മേഖലകൾ തീർത്തും നിർഭയവും സമാധാനവും നൽകുന്ന ആ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.
ഞാൻ ഈ അടുത്ത് ഗൾഫിലെ പല ക്ലാസ്സുകളിലും വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് മലപ്പുറത്ത് അഥവാ മുസ്ലിം സമൂഹത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും എന്നൊക്കെ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തിരൂർ പ്രദേശത്തു നിന്നും ഒരു കുടുംബം മാതാവും പിതാവും സന്താനങ്ങളുമൊക്കെയായി കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്തേക്ക് അവർ യാത്ര പുറപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ ഇസ്ലാമിക സ്ഥിരാകേന്ദ്രങ്ങൾ ഏതെങ്കിലും ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബ ബന്ധുക്കളെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ടുമല്ല, മറിച്ച് തങ്ങൾക്ക് ലഭിച്ച ഒരു ഉപകാരത്തിന് നന്ദി രേഖപ്പെടുത്താനും അതിന് പ്രതിഫലം നൽകാനും വേണ്ടിയായിരുന്നു അവരുടെ യാത്ര. ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തീരാത്ത അസുഖം, പലതരത്തിലുള്ള ചികിത്സകൾ നടത്തിയിട്ടും സുഖമായില്ല. അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രദേശത്തുള്ള തെയ്യം, ആ തെയ്യത്തിന് നേർച്ചയാക്കിയാൽ, തെയ്യത്തിന് കാണിക്ക അർപ്പിച്ചാൽ ഉറപ്പായും ഈ കുട്ടിയുടെ അസുഖം ഭേദമാകും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരതിന് നേർച്ചയാക്കി. എന്തുകൊണ്ടോ എന്നറിയില്ല, ആ കുട്ടിയുടെ അസുഖം ഭേദമായി. അസുഖം ഭേദമായതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാനും നന്ദി രേഖപ്പെടുത്താനും മുസ്ലിം കുടുംബത്തിലെ മാതാവും പിതാവും സന്താനങ്ങളുമൊക്കെയായി ആ തെയ്യം കെട്ടിയാടുന്നയാളുടെ അടുത്തെത്തുകയും അയാൾ തെയ്യത്തിന്റെ വേഷം കെട്ടി അവരുടെ മുന്നിൽ നിന്ന് തുള്ളിക്കാണിക്കുകയും ആ തെയ്യത്തിന് കാണിക്കർപ്പിച്ച് അതിന്റെ ബർക്കത്ത് നേടി അതിന്റെ അടുത്ത് തങ്ങളുടെ ആഗ്രഹങ്ങൾ ലഭിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആ കുടുംബം തിരൂരിലേക്ക് മടങ്ങിപ്പോന്നു എന്ന് പത്രത്തിൽ വാർത്തകൾ വന്നപ്പോൾ അറിയാതെ പറഞ്ഞുപോയൊരു വർത്തമാനുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, ഈ സത്യസരണിയിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയ, മാർഗദർശനം നൽകിയ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. നീ ഞങ്ങളെ സന്മാർഗത്തിന്റെ സൽസരണിയിലേക്ക് ആക്കിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിലാകുമായിരുന്നില്ല എന്നറിയാതെ പറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പക്വതയില്ലാത്ത, കൃത്യതയും വ്യക്തതയുമില്ലാത്ത വിശ്വാസ ആചാരങ്ങളുടെ പിന്നാലെ ഈ സമൂഹത്തിലെ ആളുകൾ കടന്നു പോകുമ്പോഴാണ് ഈ ആദർശത്തിന്റെ പ്രത്യേകത ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പ്രഥമ മാതാവ് ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർദ്ദേശിച്ച ഒരു വാചകം പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ വേറെ ചില സ്ഥലങ്ങളിൽ അല്ലാഹു ഉദ്ധരിച്ചത് കാണാം. സമാനമായ ആയത്തുകൾ വേറെയും കാണാം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ആ സമയത്ത് ഫമൻ തബിഅ ഹുദായ, ആര് എന്റെ മാർഗദർശനത്തെ പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്,
ഈ ആദർശം ആര് ഉൾക്കൊള്ളുന്നുവോ അവർക്ക് ഭയമുണ്ടാവില്ല. അഥവാ ചുറ്റുപാടുകളെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടുന്നൊരവസ്ഥ അവർക്കില്ല. മാത്രമല്ല പലതിനെ കുറിച്ചുമുള്ള വല്ലാത്ത ദുഃഖം, അഗാധമായ ദുഃഖം അതും ആ സമൂഹത്തിനുണ്ടാവുകയില്ല. കാരണം ഈ ആദർശം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസി വളരെ പ്രാധാന്യത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിക്കുന്നവനാണ്. സർവ്വതും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചാൽ പിന്നെ അവൻ സമാധാനത്തിലായി. ഉദാഹരണം, നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഒരാളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വലിയ സമാധാനമല്ലേ? എനിക്കൊരു ടെൻഷനൊന്നുമില്ല, കാരണം എല്ലാം അവർ ചെയ്തോളൂ. ഇനിയിപ്പോൾ എനിക്കതിലൊരു വിഷമം, ഒരു ദുഃഖവും ഒരു ടെൻഷനൊന്നും വേണ്ടല്ലോ. ഇതുപോലെ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ പിന്നെ അവന് ടെൻഷനില്ല, അവന് പ്രയാസമില്ല. കാരണം എന്താണെങ്കിലും അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിച്ച പ്രകാരമാണ് സംഭവിക്കുക എന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബേജാറുണ്ടാവുകയില്ല, നല്ല സമാധാനത്തിലായിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ഉഴറുകയാണ്, എവിടുന്നാണ്, എന്താണ്, എപ്പോഴാണെന്ന് വിചാരിച്ച് ഓടി നടക്കുകയാണ് അവർ. പരിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം സൂറ അസ്-സുമർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം പറയുന്നു. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا ضرب الله مثلا رجلا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഉദാഹരിക്കുകയാണ്, ഉദാഹരണം പഠിപ്പിച്ചു തരുകയാണ്, ഉപമ കാണിച്ചു തരുകയാണ്. ഫീഹി ശുറകാഉ മുതശാകിസൂൻ. ആ മനുഷ്യനിൽ പരസ്പരം ശണ്ട കൂടുന്ന കുറെ പങ്കാളികളുണ്ട്. അഥവാ അയാൾ ഒരു അബ്ദു, ഒരു അടിമയാണ്. ആ അടിമ ഒരു സെർവന്റ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ. അയാളുടെ മുതലാളിമാരെന്ന് പറഞ്ഞാൽ പരസ്പരം ശണ്ട കൂടുന്ന കുറെ മുതലാളിമാരുടെ ഒരു തൊഴിലാളി. വറജുലൻ സലമൻ ലിറജുൽ, ഒരു മുതലാളിക്ക് മാത്രം ഉടമപ്പെട്ട മറ്റൊരു അടിമയും മറ്റൊരു മനുഷ്യനും. ഹൽ യസ്തവിയാനി മസല, ഇവർ രണ്ടാളും ഉപമയിൽ തുല്യമാകുമോ? തുല്യമാകുമോ? മുണ്ടാത്ത് തുല്യമാവുമോ? ഇല്ല. ഹൽ യസ്തവിയാനി മസല, അവർ രണ്ടുപേരും ഉപമയിൽ തുല്യമാകുമോ? ബൽ അക്സറുഹും അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. സർവസ്തുതിയും അല്ലാഹുവിനാണ്, പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഇതൊന്നും അറിയുന്നവരല്ല. അതൊരു വല്ലാത്ത വർത്തമാനാണ് അല്ലാഹു പറഞ്ഞു വെച്ചത്. ഏതൊരു മനുഷ്യനും ഈ ആദർശത്തിന്റെ തനിമ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ഉദാഹരണം. പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന നിങ്ങളെ കുറിച്ച് നിങ്ങളോട് എനിക്കിത് വിശദീകരിച്ച് തരേണ്ടതില്ല, പെട്ടെന്ന് മനസ്സിലാകും. ഒരു 4 കഫീലുമാർ, വാഹിദ് യഖൂൽ തആൽ ഹബീബി തആൽ, ഒരാൾ പറയുന്നതാ കിടുവിൽ, മറ്റേയാൾ നിങ്ങൾ ആലോചിച്ച് പരസ്പരം ഐക്യമില്ലാത്ത കുറെ കഫീലുമാരുടെ ഒരു ജോലിക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഓൻ തഹയ്യുറിലാണ്, ഓൻ പരിഭ്രമത്തിലാണ്, സമാധാനം ഉണ്ടാവില്ല. മറ്റോൻ പറയും ഷായ്, മറ്റോൻ പറയും ചായ എടുത്തണം, മറ്റോ വേണ്ട പോയി ബന്ധ കാട്ട, എടുക്കണോ എടുക്കണ്ടേ, ആകെ ബേജാറിൽ. അള്ളാന്റെ ചോദ്യം എന്താണ്? റജുലൻ വറബല്ലാഹു, അല്ലാഹു ഉപമ വിവരിക്കുകയാണ്. മസലൻ, ഉപമ, റജുലൻ, ഒരു മനുഷ്യനെ, ഫീഹി ശുറകാ മുതശാകിസൂൻ, പരസ്പരം ശണ്ട കൂടുന്ന ഐക്യമില്ലാത്ത കുറെ മുതലാളിമാരുടെ ഒരു അടിമ, ഒരു മനുഷ്യൻ. വറജുലൻ സലമൻ ലിറജുൽ, ഒരുത്തൻ വന്നിട്ട് പറയാണ്, മോനെ വന്ന് കുടുങ്ങിക്കണ കേട്ടോ, ചെങ്ങായിമാര് 4 ഉണ്ട്, പരസ്പരം ഒരു ബന്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളായിട്ട് വല്ലാതെ കുരങ്ങളിപ്പിക്കണം. അപ്പം കേൾക്കുന്നവൻ പറയാൻ, മാഷാ അല്ലാ, എനിക്ക് ഭയങ്കര സന്തോഷം, എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ എൻ്റെ കഫീൽ. മൂപ്പര്
എന്താണ് ഞാൻ അങ്ങോട്ട് മുപ്പര് പറഞ്ഞ് കേട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, എന്തൊരു സമാധാനം. അതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഹൽ യസ്തവിയാനി മസല, ഹൽ യസ്തവിയാനി മസല, ഇവർ രണ്ടാളും തുല്യാണോ? അല്ല. അതിനാണ് അള്ളാഹുവിന്റെ മറുപടി പറയുന്നത്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ വല്ലാതെ പ്രയാസം വരുമ്പോൾ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് രോഗഗ്രസ്തമായ അവസ്ഥ കടന്നു വരുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ശാരീരികമായ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാം ഒരു നാഥനിലേക്ക് സമർപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ സമാധാനവും ഒരു മനുഷ്യന്റെ അവസ്ഥയും, അതേ സമയത്ത് ഓരോരുത്തരെ മാറി മാറി പോകേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വർത്താനാണ്. ഇതൊരു സമാധാനമല്ലേ? മറ്റേത് അവിടെ പോയാൽ അവിടെ എന്താ കാണിക്ക കൊടുക്കേണ്ടത്? അവിടെ ഇന്നത് കൊടുക്കണം, മറ്റേടത്ത് അവിടെ അത് പറ്റില്ല, ഇത് വേറെയാണ്, ഇവിടെ വേറെ വേണം. അങ്ങനെ പലതരത്തിലുള്ള നൈവേദ്യങ്ങളും പലതരത്തിലുള്ള ചോദ്യങ്ങളും പല സന്ദർഭങ്ങളും, അത് പ്രയാസമാണ്. അതേ സമയത്ത് പ്രപഞ്ചനാഥനോടുള്ള സമീപനം, ആ ആദർശം പിൻപറ്റിയാലുണ്ടല്ലോ, ഏത് സമയത്തും കൈകൾ ഉയർത്തിയിട്ട് ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു പ്രാർത്ഥന മതി. എല്ലാം അവനിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ സമാധാനം, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം, ഒന്ന് വിശ്വാസി, മറ്റൊന്ന് നിർഭയമുള്ളവൻ. അമ്നുള്ളവൻ, നിർഭയമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഭയമില്ലാത്തവൻ, ഒന്നിനെയും പേടിക്കൂല. മറ്റേത് അങ്ങോട്ട് തിരിഞ്ഞാ പേടി, ഇങ്ങോട്ട് തിരിഞ്ഞാ പേടി, അവിടെ ഇറങ്ങിയാ പേടി, ഇവിടെ ഇറങ്ങിയാ പേടി. ഇന്നത്തെ പിന്നെ അവസ്ഥ പറയും വേണ്ട. ചില ആളുകളൊക്കെ പിന്നെ വെള്ളത്തിലല്ലെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സാധാരണ വെള്ളത്തിലാണ് എന്ത് ചെയ്യുക, അങ്ങനെ നീന്തി പോവാ അല്ലേ, അങ്ങനെ നീന്താന്നുള്ള വെള്ളത്തിലല്ലേ. ഇപ്പൊ ചില ആളുകൾ റോഡിലൂടെയും അങ്ങാടിയിലൂടെയും ഒക്കെ നടക്കുമ്പോ അങ്ങനെ ആക്കിയിട്ടാ നടക്കുക. എന്തേനും കാണാത്ത ചില ആളുകളെ മുട്ടിപ്പോയാലോ പേടിയാണ്. റൂമിലേക്ക് കയറുമ്പോ 4 വട്ടം തിരിഞ്ഞു മറിഞ്ഞു നോക്കും, ഇവിടെ മറ്റേ ആളുണ്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സൗദിയിൽ ഇങ്ങനെ ഒരു പ്രദേശത്തൂടെ പോകുമ്പോൾ, വിജനമായ പ്രദേശം, അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന ആള് പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ അയാൾ അദ്ദേഹത്തോട് ചോദിച്ചത്രേ, അദ്ദേഹം ഞങ്ങളെ തെക്കൻ കേരളത്തിലുള്ള കൊല്ലം തിരുവനന്തപുരത്തിനടുത്തുള്ള പ്രദേശത്തുകാരനായതുകൊണ്ട് മൂപ്പര പ്രയോഗം എങ്ങനെയാണ്, അല്ലടോ ഇവിടെ ലവന്മാരൊക്കെ ഉണ്ടാവുമോ, ഇവിടെ ലവന്മാരൊക്കെ ധാരാളം ഉണ്ടാവുമല്ലേ, വിഭജന പ്രദേശമായതുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈറാനിയത്ത്, ഒരു പേടി ഉണ്ടാകും. വന്നാലോ പിടിച്ചാലോ ഒരു ബേജാറാണ്. ഇല്ല, ഒരു മുഅ്മിൻ അങ്ങനത്തെ ഒരു വിഷമമേ ഇല്ല. മനസ്സിലായോ മോനെ? ഇതിന്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണത് ഇത് വരുന്നുണ്ട്. ഞാൻ വന്നപ്പോ തന്നെ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. പോട്ടെ. അപ്പോ ഒരു ഹൈറാനിയത്ത്, വല്ലാത്തൊരു ഭയം മനുഷ്യന്റെ ഹൃദയത്തിൽ. പേടിക്കണ്ടില്ല. ആകെ ഭയപ്പെടേണ്ടത് പടച്ചോനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബേജാറില്ല നമുക്ക്. എന്തൊരു സമാധാനം എന്നറിയോ? ഏത് സന്ദർഭത്തിലും പ്രപഞ്ചനാഥന്റെ ദർബാറിലേക്ക്. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറഞ്ഞത്, ജുദുബിൽ ലുത്ഫിക യാ ഇലാഹി മല്ലഹു സാദുൻ ഖലീൽ മുഫ്ലിസും ബിസിദ്ഖിയതി ഇൻദ ബാബിക യാ ജലീൽ റബ്ബി ഹബിലി മിൻക ഫളൻ അൻത വഹാബുൻ കരീം അഅ്തിനി മാ ഫീ ളമീരി ദുല്ലനി ഖൈറദ് ദലീൽ അന്ത ഷാഫി അന്ത കാഫി ഫീ മുഹിമ്മാതിൽ ഉമൂർ അന്ത റബ്ബി അന്ത ഹസ്ബി അന്ത ലീ നിഅമൽ വകീൽ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത, അവിടുന്ന് ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച സുന്ദരമായ വിശ്വാസത്തിന്റെ ഉടമ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസദാർഢ്യം അറിയണമെങ്കിൽ ഹിജ്റയുടെ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി അതാ തൗർ മലയിലെ ഗുഹയിലിരിക്കുകയാണ്. ആ സമയത്ത് അതാ ശത്രുക്കൾ അടുത്തു വന്ന് പർവ്വതത്തിൽ കടന്നു വന്ന് മലയിൽ കയറിയിട്ട് ആ ഗുഹയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയം, ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ ദന്നുക യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറേ നിന്റെ വിചാരം എന്താണ്? ബിസ്നൈൻ, രണ്ടാളുകളെ കുറിച്ച്. അല്ലാഹു സാലിസുഹുമാ, ആ രണ്ടാളുകളിൽ മൂന്നാമനായുള്ളത് അല്ലാഹുവാണ്. മൂന്നാമനായി അല്ലാഹുവുള്ള രണ്ടാളുകളെ കുറിച്ച് എന്താണ് അബൂബക്കറെ നിങ്ങൾ വിചാരിക്കുന്നത്? പേടിക്കണ്ടടോ, തൊട്ടടുത്ത് നിന്നാൽ പോലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തത് കൊണ്ട് ആ നിൽക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു പേടിയും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, അടിയുറച്ചങ്ങോട്ട് നിന്നോളി. ഔ സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ജുദുബിൽ തുഫിക യാ ഇലാഹി മല്ലഹു സാദുൻ ഖലീൽ മുഫ്ലിസും ബിസിദ്ഖിയതി ഇൻദ ബാബിക യാ ജലീൽ. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് ദാനമായി നൽകണേ. ഈ കൈ വലഞ്ഞു പോയ അബൂബക്കർ, സത്യസന്ധത മാത്രം കൈമുതലുള്ള വേറെ ഒരു പാഥേയവും എന്റെ കയ്യിലില്ല. അല്ലാ, നിന്റെ ദർബാറിന്റെ കവാടത്തിൽ ഞാനിതാ വന്നിരിക്കുകയാണ്. അല്ലാ, എന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ ആവശ്യങ്ങൾ അറിയുന്ന, എന്റെ പ്രയാസങ്ങൾ അറിയുന്ന, എന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന അല്ലാഹുവേ, നീ എനിക്ക് നൽകണേ. അല്ലാ, നീയാണ് എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നവൻ, നീയാണ് എൻ്റെ കാര്യങ്ങളിലെല്ലാം എനിക്ക് മതിയായവൻ, എല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്നവൻ നീയാണ്. അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പിന്നെ എന്ത് ബേജാർ ഉണ്ടോ? പേടിക്കണോ? ഒരു ഭയവും വേണ്ട, ഒരു പതർച്ച നമുക്കുണ്ടാവില്ല. എന്തൊക്കെ വന്നാലും ശരി, എടാ മോനെ, നിന്നെ ഒരു ചുക്കുമാർക്കും ചെയ്യാൻ കഴിയില്ല. പ്രപഞ്ചനാഥൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. തന്റെ പിന്നിൽ യാത്ര ചെയ്ത പ്രിയപ്പെട്ട പിതൃവ്യപുത്രൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ ഗുലാം ഇന്നി മുഅല്ലിമുക കലിമാത്ത്, വഫി റിവായത്തിൻ ഉഖറ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് ഞാൻ ചില വചനങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. എന്നിട്ട് ആ വിഷയങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എടാ മോനെ, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി നിനക്ക് കുറച്ച് നന്മ ചെയ്തു തരാൻ. അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആർക്കും ഒന്നും നിന്ന് ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിനക്കൊരു ഉപകാരം ചെയ്തു തരാൻ അവർക്ക് കഴിയില്ല. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിന്നെ ഒരു ഉപദ്രവം ചെയ്യാൻ അള്ളാഹ് നിനക്ക് രേഖപ്പെടുത്തിയിട്ടില്ല, അത് സാധിക്കില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്, അട്ടിവരയിട്ട വാക്കാണ്. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്, നിന്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തിയ മഷി ഉണങ്ങിയിരിക്കുന്നു. ഇനി നിനക്ക് എന്ത് ബേജാർ? വിഷമവും പ്രയാസങ്ങളൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ചങ്ങുന്നാ മതി. മാത്രല്ല, ഏത് സ്വാധീനവും അധികാരവും വിജയവും സമാധാനവും എല്ലാം വേണം. ഒരൊറ്റ നിബന്ധനയുള്ളൂ, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം അർപ്പിച്ച് അല്ലാഹ് ശിർക്കിയ ജീവിക്കാൻ മതി. ഞാൻ വെറുതെ പറഞ്ഞല്ലോ. 24-ാം അധ്യായം സൂറത്തു നൂറിന്റെ 55-ാമത്തെ വാചകം പരിശോധിച്ചാൽ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ قبلهم
وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا يَعْبُدُونَنِي وَلَا يُشْرِكُوا بِي شَيْئًا وَمَن كَفَرَ بَعْدَ ذَلِكَ فَأُولَٰئِكَ هُمُ الْفَاسِقُونَ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഖുർആൻ പറയാ വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. വിശ്വസിക്കുകയും സുഹൃത പ്രവർത്തനം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് വാഗ്ദാനം കൊടുക്കുന്നത്? മുൻഗാമികൾക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും നൽകും. അവർക്ക് നൽകപ്പെട്ടതുപോലെ നിങ്ങൾക്കും നൽകും. അവർക്കെല്ലാവർക്കും നൽകി കൊടുക്കും അല്ലാഹു പറയുകയാണ്. മാത്രമല്ല അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ഭയാശങ്കകളൊക്കെ നീങ്ങി അതിന്റെ സ്ഥാനത്ത് നിർഭയത്വവും അല്ലാഹു അവർക്ക് കൊടുക്കും. എന്ത് ചെയ്യണം? യഅ്ബുദൂനനി വലാ യുശ്രികൂ ബി ശൈആ. അവരെന്നെ മാത്രം ആരാധിക്കണം, എന്നെ ആരാധിക്കണം, എന്നിലൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുകയും വേണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം. സമാധാനം ലഭിക്കാൻ, നിർഭയത്വം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചുകൊണ്ട് നിലനിൽക്കുക. ആ ഒരു ശക്തമായ മാർഗം ഹൃദയത്തിൽ സൂക്ഷിക്കുക. എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആരെയും പേടിക്കേണ്ടി വരില്ല. ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാൻ സത്യവിശ്വാസികൾക്ക് സാധ്യമാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു വിശ്വാസം സ്വീകരിച്ച ആളുകളോട് അതാ ശത്രുക്കൾ വരുന്നു, നിങ്ങളെ പിടിക്കും, പേടിച്ചോളി. ഇല്ല, പേടി ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ അതിന്റെ 173-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു 173-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ وقالوا حسبنا الله ونعم الوكيل. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസ്. സ്വഹാബികളുടെ വിഷയം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അവരോട് ജനങ്ങളൊക്കെ പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ഇദാ ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരായി നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. അവർ സാമഗ്രികൾ ഒരുമിച്ച് കോപ്പ് കൂട്ടുകയാണ് നിങ്ങൾക്കെതിരായി. അതുകൊണ്ട് ഫഖ്ശൗഹും, അവരെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അവര് പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് മതി, ഭരമേൽപ്പിക്കാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ളവൻ അവൻ മാത്രമാണ്. ഇത് പരിശുദ്ധ ഖുർആന്റെ ഈ വാചകങ്ങൾ 173, 174, 175 ഈ 3 ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാന്റെ 173, 174, 175 ആയത്തിൽ പരിശോധിച്ചാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം, ബദർ യുദ്ധത്തിന്റെ പരാജയത്തിൽ നിന്ന് പ്രയാസം അനുഭവിച്ച ആളുകളാണ് ഉഹദ് യുദ്ധത്തിൽ വന്നത്. ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവര് പറഞ്ഞത് അടുത്ത വർഷം നമുക്ക് ബദറിൽ വീണ്ടും കാണാമെന്നാണ്. പക്ഷേ അവർക്ക് ബദറിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ആളുകളൊക്കെ ഇവരുടെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ട് തന്നെ സൈന്യത്തെ സ്വരുക്കൂട്ടാനും ആയുധങ്ങൾ ശേഖരിക്കാനും മക്കക്കാർക്ക് സാധിച്ചില്ല. പക്ഷേ അവർക്ക് വേണ്ടി അവർ ഒരു പ്രചാരണം അഴിച്ചുവിട്ടു, പ്രചണ്ഡമായ പ്രചാരണം. ആ പ്രചാരണം എന്തായിരുന്നു? മദീനയിലെ യഹൂദികളും മുനാഫിക്കുകളും ഒക്കെ കൂടി സംസാരിക്കാൻ തുടങ്ങി. ബദറിൽ ഭയങ്കര പണിയിട്ടോ, ഒരു ഭയങ്കര സൈന്യത്തെ കൂട്ടുണ്ട്.
ഓല അങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്ക് കിട്ടും എന്നൊക്കെ ഭയപ്പെടുത്താൻ തുടങ്ങിയവർ. ആ ഭയപ്പെടുത്തലുകൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പേടിയുണ്ടാക്കിയോ, പ്രയാസം ഉണ്ടാക്കിയോ? ഇല്ല. അവർ കുറച്ചും കൂടി കരുത്തായിട്ട് ഒരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും റെഡി ആയിക്കോട്ടെ. പിറ്റേ വർഷം ഒരു ബദറിലേക്ക് പുറപ്പെട്ടു. ബദറിലെത്തി നോക്കുമ്പോ ശത്രുക്കൾ ഒരാളെയും കാണാനില്ല. അവസാനം ബദറിന് നല്ല കച്ചവടമൊക്കെ നടത്തിയിട്ട് വമ്പൻ കച്ചവടത്തിൽ ലാഭകരമായ ബിസിനസ് നടത്തി തിരിച്ചുപോയി. പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ കാണാൻ നിങ്ങൾക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന ഒരു പാഠം എന്താണെന്നറിയോ? ശത്രുക്കളെല്ലാവരും കൂടി അവരെ ഭയപ്പെടുത്തുന്ന സമയം അവർക്ക് പേടിയല്ല ഉണ്ടാകുക, പിന്നെന്തായിരിക്കും? ഈമാനാണ് വർദ്ധിക്കുക. ഈമാൻ വർദ്ധിക്കുകയാണ്. അവരുടനെ പറയും, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവൻ അവനാണ്. ഈ ഒരു വിശ്വാസം, പേടിയില്ലാത്ത, പ്രയാസമില്ലാത്തൊരു വിശ്വാസം, അതൊരു വല്ലാത്ത വിഷയം തന്നെയാണ്. അത് കിട്ടുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ് ശരിക്ക് വിജയം വരിക്കുന്ന ആളുകൾ. അതില്ലാത്ത ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെടും, അതിൽ സംശയമില്ല. ഈ ഉന്നതമായൊരു വിശ്വാസം കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവര് പരാജയപ്പെടും. ശത്രുക്കളുടെ മുന്നിൽ അടിയുറച്ചു നിൽക്കാൻ പറ്റുന്ന വിശ്വാസം എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തവൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ഏത് ജയപരാജയങ്ങളും അത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ് എന്ന അടിയുറച്ച വിശ്വാസത്തിലായിരിക്കും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതട്ടോ. അജബൻ അജബൻ അജബൻ, ആശ്ചര്യം, അത്ഭുതം. ലിഅംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നമ്മളൊക്കെ പഠിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ഈ വിശ്വാസത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല നന്മയും കിട്ടിയാൽ ഉടനെ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഫകാന ഖൈറൻ ലഹു, അത് അയാൾക്ക് നന്മയായി വരികയാണ്. വൈൻ, ഇനി രണ്ടാമത്തതോ, അയാൾക്ക് വല്ല വിപത്തും ബാധിച്ചാലോ, വല്ല പ്രയാസങ്ങളും അയാളെ പിടികൂടിയാലോ, സ്വബറ, അയാൾ ക്ഷമിക്കുകയാണ്. ഫകാന ഖൈറൻ ലഹു, അത് അയാൾക്ക് ഖൈറായി വരികയാണ്. ഇത് ഒരു വിശ്വാസിക്കല്ലാതെ ഈ മഖാം അത് വിശ്വാസിക്ക് മാത്രമുള്ളതാട്ടോ. ഈ ആദർശം സ്വീകരിച്ചവർക്ക് മാത്രമേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ എന്റെ വിശ്വാസം ഈ രൂപത്തിലല്ല. നമ്മളതെങ്ങനെ സ്ഥിതി? നമ്മളവസ്ഥ എന്താ? നന്മ കിട്ടിയാൽ സന്തോഷാണ്, അല്ലേ? എന്തൊരു സന്തോഷമായിരിക്കും, ഖൈറാണ്, എന്തൊക്കെയായിരിക്കും പറയാ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാം, ഫഅമ്മൽ ഇൻസാൻ, അപ്പോൾ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു ആ മനുഷ്യനെ പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചു? ഫഅക്രമഹു വനഅമഹു, അവനെ അല്ലാഹു ആദരിക്കുകയും അവൻ അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, റബ്ബി അക്രമനി, റബ്ബി, എന്റെ രക്ഷിതാവ്, അക്രമനി, അവൻ എന്നെ ആദരിച്ചിരിക്കുന്നു. ഞാൻ വെറുതല്ലോ, ഞാൻ 5 വരെ നിക്കരിക്കണ്, ദിക്ർ, തസ്ബീഹ്, അങ്ങനെ പല നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം. അപ്പൊ എനിക്ക് എന്റെ പടച്ചോൻ തരണല്ലേ, ഞാൻ അങ്ങോട്ട് ചെയ്യണ്ടല്ലേ, അല്ലേ?
അങ്ങനെയാണ് നമ്മൾ വർത്താനം. അടുത്തതോ ഇനി അവനെ പരീക്ഷിച്ചു അല്ലാഹു. എങ്ങനെ? ഉപജീവനം ഒന്ന് കുടിച്ചാക്കി. 3000 കിട്ടുന്ന ശമ്പളം കണ്ട് വെട്ടി കുറച്ച് 1500 ആക്കി. എന്തായിരിക്കും സ്ഥിതി? ഫയഖൂലു റബ്ബി അഹാനനി. അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ നിന്ദിച്ചു, എന്നാലും പഠിച്ചോൻ എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു. ഞാൻ ഈ 5 വക്ത് നിസ്കരിച്ച് നോമ്പെടുത്ത് അതും ഇതൊക്കെ ചെയ്ത് നടന്നിട്ടും എൻ്റെ കമ്പനിയിലുള്ള 2 ആളുകളിൽ ഒരുത്തൻ, ഓ ഹിന്ദു മറ്റോൻ ക്രിസ്ത്യാനി, ഓനിക്കൊന്നും കുഴപ്പമില്ല. 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന എനിക്ക് ശമ്പളം കുറച്ചിക്കണം. പഠിച്ചോൻ എന്നോട് ഇത് ചെയ്തല്ലോ അതാ. അല്ലേ അല്ലേ? സ്ഥിതി അങ്ങനല്ലേ? സ്ഥിതി അങ്ങനല്ലേ? നിങ്ങൾ നാലിച്ചു നോക്ക് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അല്ല, നിങ്ങളാരും മുണ്ടണില്ല, അതുകൊണ്ടാണ് പ്രശ്നം. ശരിക്കും അങ്ങനല്ലേ? മനുഷ്യൻ അങ്ങനെ ആയിപ്പോവും, പെട്ടെന്ന് വീണുപോകും. അതങ്ങനല്ല. അതേ സമയത്ത് രണ്ടും അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഒന്നിൽ നന്ദി രേഖപ്പെടുത്തും. അല്ലടോ, 2-3 വർഷം കുട്ടി ഉണ്ടായില്ല, അല്ലെങ്കിൽ വേണ്ട, കല്യാണം കഴിച്ച് ഉടനെ ഒരു സന്താനത്തെ അള്ളാഹു നൽകി, വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, ഇങ്ങനെ ടെൻഷനിൽ നിൽക്കാണ്, പ്രസവിച്ചോ ഇല്ലേ പ്രസവിച്ചോ ഇല്ലേ എന്ന് ബേജാറിങ്ങനെ. അപ്പോഴാണ് ഫോൺ വരുന്നത്, പ്രസവിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. പ്രസവിച്ചു അൽഹംദുലില്ലാ എന്ന് കേട്ട ഉടനെ എന്ത് ചെയ്യും? അപ്പം അങ്ങോട്ട് സുജൂദിൽ വീഴാൻ കഴിയുന്ന ആളുകൾ എത്ര ഉണ്ടാവും? പ്രസവിച്ചല്ലേ അൽഹംദുലില്ലാ, ഒരു മിനിറ്റ് വെച്ചൊരു ഒറ്റ വീഴല് സുജൂദിലേക്ക്. എവിടെ എന്തൊന്നുമില്ല, സുജൂദിലേക്ക് വീഴും. എന്തിന്? എന്താണ്? ശക്കർ. സുജൂദ് ചെയ്യുക, ശുക്ർ, നന്ദി രേഖപ്പെടുത്തുക. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് വീഴ. പിറ്റേന്ന് കേട്ടോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം കേൾക്കാണ്, അന്ന് രേഖപ്പെടുത്തി. പിറ്റേ ദിവസം ദുഃഖകരമായ വാർത്ത, എന്ത്? കുട്ടി മരിച്ചുപോയി. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് പറയും? അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഡസ്പാവില്ല, ഡസ്പാവും. ദുഃഖം ഉണ്ടാവും, കണ്ണിന്ന് കണ്ണുനീര് വരും, ഹൃദയത്തിൽ വേദന ഉണ്ടാവും. അല്ലേ അല്ലേ? ഉണ്ടാവും. പക്ഷേ എന്താവൂല? അതിന് വിട്ടു കിടക്കില്ല, ദേഷ്യപ്പെടില്ല, ശകാരിക്കില്ല. അള്ളാഹുവിനെ, അവന്റെ തീരുമാനത്തെ കൊഞ്ഞനം കുത്തോ? കുത്തൂല. ഒരു വിശ്വാസം അങ്ങനെയാണ്. അതാ റസൂലുള്ളാഹി പറയുന്നത്, നന്മ കിട്ടിയാൽ ശക്കർ, ലറാ സബർ. പ്രയാസാണോ? ഇതൊരു മുഅ്മിന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു മലക്കുകളോട്, ഒരു അടിമയുടെ കുട്ടിയുടെ റൂഹ് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിയ മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, മലക്കുകളെ, എന്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് നിങ്ങൾ പിടിച്ചുവോ? മലക്കുകൾ പറയും, അതെ അല്ലാഹ്. ഉടനെ അല്ലാഹു ചോദിക്കുകയാണ്, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ ഇങ്ങ് പിടിച്ചു കൊണ്ടുപോന്നോ? ഉടനെ മലക്കുകൾ പറയും, അല്ലാതെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോന്നു അല്ലാഹ്. ഉടനെ അല്ലാഹു ചോദിക്കുകയാണ്, മലക്കുകളെ, എന്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോരുമ്പോൾ എന്റെ അടിമ എന്താണ് പറഞ്ഞത് മലക്കുകളെ? ഉടനെ മലക്കുകൾ പറയുന്നു, അല്ലാഹ്, ആ അടിമ നിന്നെ സ്തുതിക്കുകയും ഇസ്തിർജാ ചൊല്ലുകയും ചെയ്തു അല്ലാഹ്. എന്താ പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, കൂടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയുമ്പോൾ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്നൂ ലിഅബ്ദി ബൈതം ഫിൽ ജന്നാ, എന്റെ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നിങ്ങൾ നിർമ്മിക്കണേ, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് കിട്ടും. ഇതാണ് ശരിക്കും നിർഭയമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ. പേടിയില്ലാത്ത, ദുഃഖമില്ലാത്ത, ശകാരങ്ങളില്ലാത്ത, എല്ലാത്തിലും സംതൃപ്തമായ ഒരു വിശ്വാസമാണ്. അതിന്റെ അർത്ഥം
കരയും പാടില്ലാന്നോ പ്രയാസപ്പെടാൻ പാടില്ലാന്നോ അല്ല, ഒക്കെ ഉണ്ടാവും. അത് മനുഷ്യനാണ്, മനുഷ്യനായതുകൊണ്ട് അത് ഉണ്ടാകും. പ്രിയപ്പെട്ട മകൾ സൈനബിന്റെ കുട്ടി റസൂലുള്ളാന്റെ മടിയിൽ കിടന്നിങ്ങനെ അന്ത്യശ്വാസം വലിക്കുകയാണ്. നബി തങ്ങളുടെ കയ്യിൽ കിടന്ന് ആ കുട്ടി മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്ന് കണ്ണുനീര് വന്നു. നബി തങ്ങൾ കരയാൻ തുടങ്ങി. ഉടനെ അടുത്ത് നിൽക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു ചോദ്യം, നബിയെ നിങ്ങൾ കരയാണോ? എന്താ നബി അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇത് റഹ്മത്താണ്. ഹൃദയം വേദനിക്കും, കണ്ണിന്ന് കണ്ണുനീര് വരും. ശരി തന്നെ. പക്ഷേ അതിന്റെ പേരിൽ അതിരുവിട്ട് കിടന്ന പ്രകടനങ്ങളോ ദുഃഖഭാരങ്ങളോ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവില്ല. ശക്തമായി അവൻ അടിയുറച്ചു നിൽക്കും. ഇതെന്റെ രക്ഷിതാവ് തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിക്കുന്നവനാണ് സത്യവിശ്വാസി. അങ്ങനെ സമർപ്പിച്ചാൽ ബേജാറുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. അതിനെന്ത് വേണം? പ്രപഞ്ചനാഥനിൽ മാത്രം അടിയുറച്ചു നിൽക്കണം. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ആളുകൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഓടി നടക്കാണ്. എന്തിനാ? സ്വർഗം കിട്ടാനാണോ? സ്വർഗം കിട്ടാനാണോ? ആണോ? അല്ല. രോഗം മാറണം, പൈസ ഉണ്ടാവണം, കടം മാറണം, കുട്ടികൾക്ക് വിസ കിട്ടണം, കല്യാണം ഓർക്കണം, ഗർഭം ഉണ്ടാവണം, നന്നായിട്ട് പ്രസവിക്കണം. ഈ തുടങ്ങുന്ന ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജാറങ്ങളായ ജാറങ്ങൾ മുഴുവനും കയറിയിറങ്ങുക. എല്ലാ ജാറങ്ങളിലും കയറി ഇറങ്ങാൻ ആളുകൾ. എന്താ? പ്രപഞ്ചനാഥനിലേക്ക് മുഴുവൻ അർപ്പിച്ചുകൊണ്ട് അവരിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പിന്നെ ഉഴറാണ്, ഇങ്ങനെ ഓടാണ്. എവിടുന്നാ സമാധാനം കിട്ടാ? എവിടുന്നാ ശാന്തി കിട്ടാ? എവിടുന്നാ? കണ്ടില്ലേ, സ്വലാത്ത് മജ്ലിസുകൾ, ദിക്ർ ഹൽക്കകൾ ധാരാളം. എന്തേ കാര്യം? സമാധാനം കൊടുക്കാനാണത്രേ, സമാധാനവും ശാന്തിയും നൽകാനാണത്രേ. ആണോ? ആണോ? അല്ല, സമ്പത്ത് ഉണ്ടാക്കാനാണത്രേ. അതാ വേണ്ടത്. സമാധാനം കൊടുക്കാനല്ല, സമാധാനം കൊടുക്കാൻ ശക്തമായ ഒരു വിശ്വാസം മതി, വേറൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തുസ് സഹമി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തുസ് സഹമി റളിയല്ലാഹു തആല അൻഹു, റോം സൈന്യം അദ്ദേഹത്തെ പിടിച്ചു. നേതാവായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തി. എന്നിട്ട് അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള, നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങി നസ്രാണിയാവണം. നീ എന്ത് ചെയ്യണം? നസ്രാണിയാവണം, ക്രിസ്ത്യാനിയാവണം. പറ, ക്രിസ്ത്യാനിയാവാൻ തയ്യാറാണെന്ന് പറ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കും. വിളിക്കടാ അയ്യപ്പ ശരണം എന്ന് പറഞ്ഞില്ലേ, കേട്ടില്ലേ? അതുപോലെ വിളിക്കടാ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തുസ് സഹമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലടോ, ഞാൻ ഇസ്ലാമിന്റെ സൽപാന്താവിൽ നിന്ന് പിന്നോട്ട് വരില്ല. ഉടനെ റോം സൈന്യം പറയുകയാണ്, നിന്നെ ഞങ്ങൾ ക്രൂരമായി കൊല ചെയ്യും കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തുസ് സഹമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പിന്നോട്ടില്ല. ഉടൻ തന്നെ അതാ വലിയ ചെമ്പിന്റെ ഒരു തളിക കൊണ്ടുവരികയാണ്. ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ചെമ്പ്, ഒരു വലിയ പാത്രം. പല സ്ഥലങ്ങളിലും പല വർത്താനം പറയും. ഇവിടെ പറയുമ്പോൾ ഒരു പ്രശ്നം അതാണ്, നമ്മൾ നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പറയാം. ഇവിടെ ഞാൻ ചെമ്പ് എന്ന് പറയാൻ ഞങ്ങളെ നാട്ടുകാർക്ക് മനസ്സിലാവും, തെക്കൻ കേരളത്തിൽ മനസ്സിലാവും. ഇപ്പുറത്തോട്ട് പറയാൻ ചിലപ്പോൾ എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും പറയേണ്ടി വരും, അല്ലേ? വലിയൊരു കുട്ടളം എന്ന് പറയാം, വാർപ്പ്, എന്തെങ്കിലും പറയാം. അത്രയും വലിയ ഒരു സാധനം കൊണ്ടുവന്നു. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, എന്നിട്ട് കത്തിച്ചു. അതിങ്ങനെ ശക്തമായി എണ്ണ തിളക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തുസ് സഹമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാറിക്കോ, നസ്രാണി ആയിക്കോ, ഇല്ലെങ്കിൽ നീ ഈ തിളച്ചു കിടക്കുന്ന എണ്ണയിലേക്ക് നിന്നെ ഞങ്ങൾ എടുത്തിടും. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഉടനെ കൂടെ നിന്ന ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് എണ്ണയിലേക്ക് എറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ, ആ സഹോദരൻ എണ്ണയിൽ കിടന്നിങ്ങനെ പടക്കുന്നു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിക്കണം,
രണ്ടാമത്തെ ആളെയും കൊണ്ടുവന്നിട്ടു, മാറിയില്ല. മൂന്നാമത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ചെമ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാണ്. കരയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് റോമാ സൈന്യത്തിന്റെ നേതാക്കന്മാര് പറഞ്ഞു, ഇടണ്ട, അവൻ പേടിച്ചിരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു, ഇങ്ങോട്ട് കൊണ്ടുവാ. കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, അബ്ദുല്ലാ ഇപ്പോഴെങ്ങനെയുണ്ട്, മാറാൻ തയ്യാറാണോ? ഉടനെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന് അറിയുമോ റോമക്കാരാ? ഞാൻ കരഞ്ഞത് ഈ എണ്ണയിലേക്ക് എണ്ണയിട്ട് എന്റെ ശരീരം അങ്ങ് കരിഞ്ഞു പോകുന്നതിന്റെ ബേജാറിലല്ല. നിങ്ങൾ എന്നെ ഇടുമ്പോൾ ഒരൊറ്റ ശരീരം മാത്രമാണല്ലോ എനിക്കുള്ളത്. എന്റെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും ആ രോമങ്ങൾക്കനുസരിച്ച് കുറെ ശരീരങ്ങൾ എനിക്കുണ്ടാവുകയും അങ്ങനെ ആ ശരീരങ്ങളെയെല്ലാം നിങ്ങൾ ഈ എണ്ണയിലേക്ക് ഇട്ടുകരിച്ചാൽ എനിക്ക് റബ്ബിന്റെ അടുത്ത് കിട്ടാനിരിക്കുന്ന ആ പുണ്യപ്രവർത്തനങ്ങളുടെ പ്രതിഫലം അതെനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. പേടിച്ചിട്ടില്ല. പിന്നെന്താ, ഇതൊന്നും കൊണ്ട് തീർന്നല്ലോ പടച്ചവനെ. ഈ രോമകൂപങ്ങൾക്ക് അത്രയും ശരീരം എനിക്കുണ്ടായിരുന്നെങ്കിൽ എല്ലാം അങ്ങനെ കരിഞ്ഞു തീരുമ്പോ എനിക്ക് എത്ര പ്രതിഫലം കിട്ടും, അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ഉടനെ റോമക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ ധൈര്യവും കണ്ടപ്പോ പരാജയപ്പെട്ട റോമക്കാരൻ പറഞ്ഞു, നേതാവ് പറഞ്ഞു, കുഴപ്പമില്ല, ഒറ്റ കരിനെസറാണ് നിന്നാവണ്ട, എന്നെ ഒന്ന് ചുംബിച്ചോളൂ, എന്നെ ഒന്ന് ചുംബിച്ചാ മതി, ചുംബിച്ച വിട്ടേക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹബി റളിയല്ലാഹു അൻഹു നടന്നു എന്ന് അയാളുടെ മൂർധാവിൽ ചുംബിച്ചു. എപ്പോഴാണെന്നറിയോ? ചുംബിച്ചാൽ നിന്റെ കൂടെയുള്ള ഈ ആളുകളെ മുഴുവനും വെറുതെ വിടാം, നിന്നെ വിടാനല്ല, എല്ലാരെയും വിടാം, നിന്നെയും വിടാം, ഇവരെയും വിടാം, ഒന്ന് ചുംബിച്ചാൽ മതി. ചുംബിച്ചു. തിരിച്ച് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് എത്തിയപ്പോ വിവരം പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് റളിയല്ലാഹു അൻഹുവിനെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഒരൊറ്റ ചുംബനം കൊണ്ട് 80ഓളം മുസ്ലിം സഹോദരങ്ങളെ രക്ഷപ്പെടുത്തി അബ്ദുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാട്ടിൽ തോന്നിയാസം നടത്താനുള്ള ചുംബന സമരത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എരിഞ്ഞു നിൽക്കുന്ന എണ്ണയുടെ മുന്നിൽ പതറാത്ത ശരീരം, അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാണ് സഹോദരങ്ങളെ. അതൊരു വല്ലാത്ത ഈ പേടി. എന്തിന് പേടിക്കണം? എന്റെ റബ്ബ് അവൻ തീരുമാനിച്ചത് എന്തേ അതേ നടക്കൂ, വേറൊരു സംഗതി ഇവിടെ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് എന്ത് പേടിയാ? അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. ഭയം വരുന്ന ആർക്കാണെന്നറിയുമോ? സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു الرعب ബിമാ അശ്റകൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനാ വമഅവാഹുമുൻ നാർ വബിഅസ മത്വൽ ളാലിമീൻ. പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ അതിന്റെ 151-ാമത്തെ വാചകം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറ സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു അർ-റുഅബ, അവിശ്വാസികളുടെ ഹൃദയത്തിൽ നാം ഭയം ഇട്ടുകൊടുക്കും. ഭയം ഇട്ടുകൊടുക്കും. എന്താ കാരണം അറിയോ? ബിമാ അശ്റകൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു ഒരു അധികൃത രക്ഷവും ഇറക്കിയിട്ടില്ലാത്ത വസ്തുക്കളെ അല്ലാഹുവിനോട് പങ്കു ചേർത്തതാണ് കാര്യം. അല്ലാഹുവിന്റെ മേൽ പലതിനെയും പങ്കുചേർക്കാൻ ശ്രമിച്ചില്ലേ, അതാണ് ഭയം വരാൻ കാരണം. അപ്പൊ പിന്നെ പേടിയായി. സത്യവിശ്വാസികൾക്ക് ബേജാറില്ല, സത്യവിശ്വാസികൾക്ക് ഭയം ഉണ്ടാവില്ല. അല്ലാഹു അല്ലാത്ത വേറൊരു വസ്തുവിനെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനം, അല്ലാഹു ഒരു തെളിവ് ഇറക്കിയിട്ടില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കിയെന്നല്ല, ഒരു തെളിവ് എന്തുണ്ടാവില്ല, ശിർക്കിനുണ്ടാവില്ല സ്ഥാപിക്കാനാണല്ലോ പറയുന്നത്. അത്തരം വിഷയങ്ങളെ ഒരു മനുഷ്യൻ പങ്കുചേർക്കാൻ ശ്രമിക്കുമ്പോൾ ഭയം വന്നു. നമ്മളെ കണ്ടില്ല, നല്ല മുജാഹിദായിരുന്നു, ഇപ്പൊ പേടിയാ, നടക്കുമ്പോ അങ്ങനെ തിരിഞ്ഞു നോക്കും. ഇപ്പൊ അനങ്ങ പേടിയാ. അല്ല, അവിടെ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പേടി. എന്തേ? വല്ല പിശാചും വരൂ, വല്ല ജിന്നുണ്ടാവോ, ബേജാറില നടക്കുന്നത്. എന്താ കാര്യം? ഹൃദയത്തിൽ റുഅബ് വന്നു, ഭയം ഇട്ടു വന്നു. കാരണം ശിർക്കിലേക്ക് പോയി, അതാ പ്രശ്നം.
ഷിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം, അപ്പൊ ഷിർക്കായിട്ടില്ലല്ലോ മൗലവി, ഷിർക്കിലേക്ക് പോയി, വസീലല്ലേ ആയിട്ടുള്ളൂ എന്നാ. അതൊക്കെ തകർന്നു ഇന്നലെ നാദാപുരത്തെ പ്രസംഗത്തോടു കൂടി. ഇന്നലെ നാദാപുരത്തെ പ്രസംഗത്തിൽ ഹുസൈൻ സലഫിന്റെ പ്രസംഗിച്ച് എന്തെന്നറിയോ? അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹ് സഹായിക്കുന്നത് പോലെ തുടങ്ങുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇത്തരം വിശ്വാസങ്ങൾ അള്ളാഹുവിനെ പോലെ വേറൊരാൾക്കും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അതൊക്കെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പൊ ശിർക്കാണോ? ശിർക്കാണോ? ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. മനസ്സിലായോ? ഇന്നലത്തെ പ്രസംഗം ലേറ്റസ്റ്റ് നാദാപുരം പ്രസംഗം മനസ്സിലായോ? അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശിർക്കാണെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ പറയുമ്പോൾ മലയാളികൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയും അതൊക്കെ ശിർക്കിലേക്ക് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞ എന്താണ്? ശിർക്കാണെന്നും പഠിച്ചാൽ മതി. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ ക്ലിപ്പിട്ട് അങ്ങനാക്കി ഇങ്ങനാക്കി, ഇവർക്ക് ഇപ്പോഴൊക്കെ ബസീലത്ത് ശിർക്കേ ഉള്ളൂ, ഇവർക്ക് ശിർക്കില്ല എന്നൊക്കെ ഇവരും പറഞ്ഞിട്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞിടാൻ വേണ്ടി ശ്രമിക്കണ്ട. കാരണം അത് അപ്പുറത്തെ സൂപ്പർ പ്രസംഗന്മാരും എന്ത് ചെയ്യുന്നുണ്ട് പറയണ്ടേ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ശുദ്ധമായ തൗഹീദിൽ നിന്ന് പോയതോടുകൂടി പിന്നെ പേടിയായി. പിന്നെ പേടിയാണ്. പെണ്ണുങ്ങൾക്കൊക്കെ പേടി ഭയങ്കര. അല്ല അവിടെ ഞാൻ ഒറ്റക്കിരിക്കൂലേ? മുജാഹിദ് പെണ്ണുങ്ങൾ പറയും ഞാൻ ഒറ്റക്കിരിക്കൂലേ? എന്തേ? അല്ല വേറെ ആരെങ്കിലും ഇവിടെ വന്നാലോ എന്നാ. അല്ല എൻ്റെ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അള്ളാന്റെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ? അള്ളാഹു അങ്ങനത്തെ ഒരു ക്രമം ഇവിടെ ഉണ്ടാക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു ക്രമമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല പറഞ്ഞ് നിങ്ങൾ അവരെ ഭയപ്പെടണ്ട, എന്നെ നിങ്ങൾ ഭയപ്പെടുന്നാണ്. ഖാഫൂനി, എന്നെ നിങ്ങൾ ഭയപ്പെടും, വേറെ ആളെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. അടിയുറച്ച ഈമാൻ നിനക്കുണ്ടോ എന്നാ പിന്നെ ആരെയും പേടി ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ഭയം, നിർഭയത്തിന് പകരം ഭയം വന്നു. ഭയം വരുന്നത് ശിർക്ക് വരുമ്പോഴാണ് ഭയം വരിക. നിർഭയമുള്ളവന്, മുഅ്മിനാകുന്നവന്, മുവഹിദിന് ഭയം ഉണ്ടാവില്ല. അത് അല്ലാഹ് പറഞ്ഞ വർത്താനം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാന്റെ 151-ാമത്തെ ആയത്ത്, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹ് മാ ലം യുനസിൽ ബിഹി സുൽത്താനാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ ശിർക്ക് വെക്കുന്ന ആളുകൾക്ക് ഭയം. ഞാനൊക്കെ മുമ്പ് ദർസിൽ ഓതുന്ന സമയത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, പിന്നെ അന്ന് ഞാൻ കായംകുളത്ത് ഓതുന്ന സമയം എനിക്ക് 2 കിലോമീറ്റർ ദൂരെ പോകണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏകദേശം 1.5-2 കിലോമീറ്റർ അടുത്ത് ദൂരെ പോകണം. ദൂരം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പോകണം. ഇനി രാത്രി പോകുമ്പോഴാണ് വലിയ ടെൻഷൻ. കാരണം ഇന്നത്തെ പോലെ ലൈറ്റും വട്ടമൊന്നും അന്ന് ആയിട്ടുമില്ല, ഫുള്ള് ലൈറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പോകുമ്പോൾ കുറച്ച് ലൈറ്റ് കിടന്നാൽ പിന്നെ ഓടണം. ലൈറ്റിന്റെ വട്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈറ്റ് എത്തുന്നവരെന്ത് ചെയ്യും? ഓടിപ്പോകല. മുയിലാരാണ് ദർസിലോതാണ്. അപ്പൊ പോകുമ്പോ എന്താ വിചാരിച്ചാല് ഇന്റെ പിന്നാലെ ആരോ വരുന്നെന്ന് തോന്നല, ഒരു തോന്നല് മനസ്സിൽ. അങ്ങനെ 1-2 പ്രാവശ്യം അപ്പൊ ആകെ ബേജാറായി. ഇതിപ്പോ ആകെ വിഷമാണ്. ചോറ് എന്നാ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഇശാക്കാരെ കഴിഞ്ഞ് ഹദ്ദാദൊക്കെ കഴിഞ്ഞിട്ട് ഓടും. അനാശിർ ഹദ്ദാദല്ല, വിദ്യാർത്ഥി പിന്നെ സിവിൽ റാത്തീവാണല്ലോ. ക്രിമിനൽ റാത്തീവ് വേറെ ഉണ്ട്, ഇത് സിവിൽ റാത്തീവിൽ പെട്ടാണല്ലോ ഹദ്ദാദ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റ ഓടി അവിടുത്തെ ചോറ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചോടണം. ഇവിടെ എത്തുമ്പോണ്ട് അത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതായപ്പോ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദാണ് എനിക്ക് തൽസമാത്ത് ഈ മന്ത്രവാദം ഉണ്ടല്ലോ അതൊക്കെ ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്ന ഉസ്താദാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ എന്ത് ചെയ്യാം, ഉസ്താദിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യാന്ന് വെച്ചാൽ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പിന്നാലെ ഒരുത്തം വരുന്നു തോന്നിയാൽ എന്ത് ചെയ്യാം, അവിടെ ഇരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 9 കല്ല് അവിടെ നിന്ന് പെറുക്കിയെടുക്കണം. എന്നിട്ട് എണ്ണി വെക്ക, 10 എണ്ണി വെക്കണം എന്ന് പറഞ്ഞു. 9 കല്ലെടുത്തിട്ട് 10 എണ്ണ, 1, 2, 3, 4 എന്ന് ഉറക്കെ പറയാം. എന്നിട്ട് 9 കല്ല് വെക്കുമ്പോ 9ന്റെ കല്ലിലൂടെ എത്ര പറയണ എണ്ണം? 10 പറയണം. 9 കല്ലേ വെക്കാവൂ. എന്നിട്ട് പോന്നോളി, അതിന്റെ പിന്നാലെ ആള് വരൂല എന്ന് പറഞ്ഞു. എന്താന്ന് മുപ്പര് പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്ന ആളെന്ത് ചെയ്യും, ഓ അവിടെ ഈ കല്ലെണ്ണി നോക്കും. ഒരു നേരം വെളുക്കണവരെ ഈ കല്ല് എത്ര കിട്ടൂല, 10 കിട്ടൂല, എത്ര കിട്ടുള്ളൂ? 9. അപ്പം വിചാരിക്കും എണ്ണ തെറ്റിക്കണം, പിന്നെ എണ്ണും. അപ്പൊ അനക്ക് പെട്ടെന്ന് നിങ്ങൾ പോരാ. വല്ലാത്തൊരു മനഃശാസ്ത്ര സമീപനായിട്ട് എനിക്കിപ്പോ തോന്നാതെ. നിങ്ങളൊന്ന് ആലോചിച്ചോ, എനിക്ക് സമാധാനമായി, എനിക്ക് പിന്നെ ബേജാറില്ലല്ലോ, ഞങ്ങൾക്ക് പോകുന്നത്. ഓന്റെ പണി എന്ത് തന്നെയാണ്, നീ എണ്ണിക്കൊണ്ട് അവിടെ ഇരിക്കും. ഓൻ കിയാമത്ത് നാൾ വരെ എന്ത് കിട്ടൂല,
10 ഇട്ടൂല. മനസ്സിലായോ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. സംഗതി ഏകദേശം അത്രേ ഉള്ളൂ അല്ലേ? അകത്തുനിന്ന് ചില ഡോറുണ്ടാവും, അതിങ്ങനെ പതുക്കെ തുറക്കണ്, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് അടക്ക. ആദ്യമൊക്കെ നമ്മളൊന്ന് ബേജാറാകും, എന്തപ്പോ ഇവിടെ അനക്കം അല്ലേ, ബേജാറ് തോന്നുക. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിലുണ്ടല്ലോ, ശബ്ദം കേട്ട് എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, പെട്ടെന്ന് പോയി നോക്കി ഉറപ്പാക്കി ഇങ്ങോട്ട് പോകും, ഖലാസ് കഴിഞ്ഞില്ലേ. ശരിക്കും മുവഹിദ് അല്ലാത്തവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവിടുന്നേ മുട്ടടിക്കാൻ തുടങ്ങും. എന്ത് ആരുമില്ല, അവിടെ ഒരു അനക്കം കേൾക്കണ്, മനസ്സിലെ അവസാനം പോയി നോക്കും. ഒരിക്കലും ഞാനിങ്ങനെ പറയാൻ തീരൂല. പിന്നെ എൻ്റെ ശരിക്കുള്ള നാട് കൂട്ടിക്കൽ, മുണ്ടക്കയം കൂട്ടിക്കലാണ്. ഒരു 124 ചവിട്ടുപടി കയറി വരണം ഞങ്ങളെ പള്ളിയിലേക്ക്. എൻ്റെ ആ പള്ളിയിലെ മുത്തുവല്ലി എൻ്റെ വാപ്പാൻ്റെ വാപ്പയാണ്. ഇവിടെ വാങ്ങ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുപ്പരാണ്. അങ്ങനെ ഞാൻ ദർസിൽ നിന്ന് വന്നാൽ ഇപ്പം രാത്രി അവിടെ കയറിപ്പോവും, ഉപ്പാൻ്റെ അടുത്ത് പോവും, ഉസ്താദ്മാരാണ് അവരോട് സംസാരിക്ക് പോകണം. അങ്ങനെ ഇതുപോലൊരു തണുപ്പുള്ള സമയത്ത് ഞാനിങ്ങനെ കയറി വരികയാണ്. രാത്രി സുബൈക്ക് നേരത്തെ പോരണം, വാങ്ങ് വിളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര പൂതിയാണ് വാങ്ങ് വിളിക്കൽ. അങ്ങനെ കയറി വരുമ്പോണ്ട് ഒരു 10-50 നാട കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 2 സൈഡിലും മരങ്ങൾ ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പം ഏതോ ഒരാള് വെള്ള തലപ്പാവ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആടുന്നുണ്ടിരുന്നു. കൈയും കാലും പറക്കാൻ തുടങ്ങി. എവിടെ കാണുന്ന ഖബർസ്ഥാന്റെ തൊട്ട് താഴെയാണ്. ബേജാറായിട്ട് ഒറ്റ ഓട്ടാണ്. പള്ളി പോയിട്ട് കിതച്ച് ബാങ്കൊക്കെ വിളിച്ചെന്ന് വരുത്തി. അങ്ങനെ വല്യാപ്പ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ബാപ്പ വന്നപ്പോൾ ബാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെ വിഷയം കണ്ടുക്കണയാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് വെറുതെ പറഞ്ഞു, സൂക്ഷിക്കണം, ഖബർസ്ഥാനാണ്, പല ആളുകൾ കറങ്ങി നടക്കുന്ന സ്ഥലമാണ്. മൂപ്പര് എന്നെ വെറുതെ ബേജാറാക്കിയത്. അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ സുബൈക്ക് ഇതുപോലെ ഞാനവിടെ വന്നിട്ട് പോയാൽ മതി എന്ന് സുബൈക്ക് മൂപ്പര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വരികയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ പേടിച്ച സ്ഥലത്ത് അവിടെ നോക്കുമ്പോൾ അതേപോലെ ആളാടുന്നുണ്ട്, ഇങ്ങനെ ആടുന്നു. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, ദാദാ നോക്ക് ദാദാ അവിടെ കാണുന്നത് എവിടെ, അത് നോക്ക്. അപ്പൊ അവിടെ നോക്കിയിട്ട് അവിടെ ഒന്നും ഇല്ലല്ലോ, ഉണ്ട്, അവിടെ ആടുന്നുണ്ട് എന്ന് പറഞ്ഞു. മൂപ്പരെ ടോർച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അടിച്ച് നേരെ അങ്ങോട്ട് ചെയ്തിട്ട് എവിടെയാണ് ഇവിടെ. അപ്പൊ എന്താണെന്നറിയോ, വലിയ ചേമ്പുണ്ടല്ലോ, വലിയ ചേമ്പിന്റെ ഇല, അതുമേലെ വെള്ളം വീണിട്ട് ഈ ചന്ദ്രന്റെ പ്രകാശം അടിച്ചെന്താ തോന്നുക, നല്ല വെളിച്ചായിരിക്കും, വെള്ളം ഇങ്ങനെ ആടുന്നു. മൂപ്പര് കത്തി എടുത്തിട്ട് അടി ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നത്, ഇതാണ് എൻ്റെ തലയെ കെട്ടുകാരൻ പിടിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാല് ശരിക്ക് ഇതാണ് ഭയം ഉണ്ടാക്കണ മനുഷ്യൻ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസം, ഒരു മുവഹിദായ മനുഷ്യനാണെങ്കിൽ ഓൻ ഇങ്ങനത്തെ യാതൊരു ബേജാറും അവന്റെ മനസ്സിൽ വരില്ല. അവൻ ശരിക്കും അടിയുറച്ച വിശ്വാസത്തിലേക്ക് എത്തും. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞെന്ത് ചെയ്യും, പേടിപ്പിക്കും. ഖുർആൻ പറയാൻ, ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ആ പറഞ്ഞൊക്കെ പേടിപ്പിക്കുന്ന ആളുകൾ ആരാണ്? പിശാചൻ, ശൈത്താനാണ്. അവൻ യുഖവ്വിഫു ഔലിയാഅഹു, യുഖവ്വിഫു ഔലിയാഅഹ്, അവന്റെ മിത്രങ്ങളെ കുറിച്ച് അവൻ പേടിപ്പിക്കുകയാണ്. പേടിക്കണ്ട കേട്ടോ, ഓലെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരെ പേടിച്ചാ മതി? എന്നെ പേടിച്ചാൽ, അല്ലാഹ് പറയാ, എന്നെ പേടിച്ചാ മതി. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അല്ലാഹനെ മാത്രം പേടിക്കണമെന്ന് ശക്തമായി പഠിപ്പിച്ചിരണം അല്ലാഹ്. ഒരു ബേജാറും വേണ്ട. എന്നാ പിന്നെന്തായി? അൽഹംദുലില്ലാഹ്, എന്തൊരു സമാധാനമാണ്. കൃത്യമായ സമാധാനവും കൃത്യമായ സന്തോഷവും സത്യവിശ്വാസികൾക്ക് ലഭിക്കും. ആ ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ രൂപത്തിൽ കൃത്യമായി ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നലകളിൽ പല വസ്തുക്കളെയും പിന്നാലെ പോയിരുന്ന ആളുകളൊക്കെ ഈ ആശയത്തിലേക്ക് കടന്നു വന്നതോടെ അവരെന്തായി? ശക്തമായി. പിന്നെ എല്ലാത്തിനെയും വിട്ടു, ശക്തമായി അടിയുറച്ചു നിന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ശക്തമായ ഒരു വിശ്വാസത്തിന് നമുക്ക് ഈ നിർഭയത്വം ഉറപ്പാക്കാൻ ഒരു 3 കാരണങ്ങൾ
അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തത് ഈ വിശ്വാസത്തിന്റെ നിർഭയത്വം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ ഏത് തർക്കങ്ങളെയും അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം നമ്മളെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. എന്നാ പിന്നെ പേടിക്കണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒന്നാമത്തത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ذلك خير واحسن تأويلا. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഇനി നിങ്ങൾ തർക്കിച്ചാൽ, നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായാൽ, ഒരു കാര്യത്തിൽ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അത് നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. അപ്പോ ശരിക്കുള്ള വിശ്വാസിയാണെങ്കിൽ ഈ നിർഭയത്തോടു കൂടിയുള്ള ഈ ശക്തമായ ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് വിഷയങ്ങളെയും എങ്ങോട്ട് മടക്കണം? അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. അങ്ങനെ വന്നാൽ ഒരു ബേജാറുണ്ടാവില്ല. മറ്റേത് പ്രശ്നമാണ്, മറ്റേത് പ്രശ്നം തന്നെയാണ്. കാരണം എന്താ അറിയോ? ഇപ്പൊ ഇവിടെ നിങ്ങളെ കൂടിയിരിക്കുന്ന ആളുകൾ, ഞാനൊരു കാര്യങ്ങളോട് പറഞ്ഞ ഞങ്ങൾക്ക് 10 ആൾക്കും 10 അഭിപ്രായം ഉണ്ടാവില്ലേ? ഉണ്ടാവും. കുറെ ആളുകൾ ചിലപ്പോൾ ഒരു വിഷയത്തിൽ ഏകോപിച്ചിരിക്കും, പക്ഷെ എന്നാലും നീ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരിലേക്ക്, അത് മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാരിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ അന്വേഷിച്ചുകൊണ്ട് മടക്കിയാൽ അവർക്കൊക്കെ നീ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും. അതേസമയത്ത് അള്ളാഹിലേക്കും റസൂലിലേക്കും മടക്കിയാലോ ഒരു പ്രശ്നമില്ല, വളരെ കൃത്യമാണ്, ഒരു ബേജാറുമില്ല. അപ്പൊ ബേജാറുണ്ടാവില്ല. അല്ല, അപ്പോ അത് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അല്ല ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അപ്പൊ നമ്മൾ ഏതാ എടുക്കുക? ഒന്നും എടുക്കണ്ട, രണ്ടും തള്ള. എന്നിട്ട് എന്ത് ചെയ്യാ? അള്ളാന്റെ റസൂൽ എന്താ പഠിപ്പിച്ച്, പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു, അതങ്ങ് എടുക്കാം. പിന്നെ കുഴപ്പമില്ല, ഈസിയായി, വളരെ എളുപ്പമായി. ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ ബേജാറുണ്ടാവില്ല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, സമാധാനമായിരിക്കും എപ്പോഴും ഉണ്ടാകും. ഇല്ലെങ്കിൽ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും അങ്ങനെ എന്ത് ചെയ്യും? പല വിഷയത്തിലും ചൊറിച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തേ പഠിപ്പിച്ചത് അതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഉറപ്പായി നല്ല സമാധാനമായി, ബേജാറുണ്ടാവില്ല. മനസ്സിലായോ? ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇറങ്ങണില്ല. വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിയാല് അത് മാത്രം പറയാൻ നമുക്ക് സമയങ്ങൾ ധാരാളം വേണ്ടി വരും. അപ്പൊ ഇനി രണ്ടാമത്തെ കാരണമോ, രണ്ടാമത്തേത് വേണ്ടത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, സമഉം ത്വാഅത്തും ഉണ്ടാവുക എന്നതാണ്. സമഉം ത്വാഅത്തും ഉണ്ടോ? ഉറപ്പായി. സമഉം ത്വാഅത്തും എന്ന് പറഞ്ഞാൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളയും അവന്റെ റസൂലും പറയുന്നത് കേൾക്ക, അതങ്ങോട്ട് അനുസരിക്കുക. എന്നാ എന്തായി? സമാധാനായി, ബേജാറുണ്ടാവില്ല. നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണത്. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 65-ാമത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. എന്ത്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت
വയുസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുക, സമ്പൂർണ്ണമായി സമർപ്പിച്ചനുസരിച്ചേക്കുക. നബിയെ നിങ്ങളാ പറഞ്ഞു, ഞാൻ അനുസരിച്ചിരിക്കുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, പിന്നെ എനിക്ക് സംശയമില്ല, എനിക്ക് പ്രശ്നമില്ല. വേറെ ചില ആളുകളുണ്ട്, അല്ല അതിപ്പോ പറഞ്ഞൊക്കെ ശരി തന്നെ ആയിരിക്കും, പക്ഷെ എന്നാൽ നമ്മൾ ഇക്കാലത്തേക്ക് അത് ഇപ്പൊ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചോദിച്ചാൻ പറ്റൂലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ അങ്ങോട്ട് ഒക്കണില്ലല്ലോ. ഒക്കണ്ട, ഇജ് ആലോചിച്ച് എത്ര ആലോചിക്കും? എത്ര ആലോചിക്കാനുള്ളത്? ഈ 150 ഗ്രാം ഭാരമുള്ള ഈ എന്റെ ബ്രെയിൻ കൊണ്ട് ഇജ് എത്ര ആലോചിക്കാ? എവിടെ വരെ എത്തും എന്റെ ആലോചന? പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ തീരുമാനത്തെ നിന്റെ ബുദ്ധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ എല്ലാം യോജിച്ചോണമെന്നില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും റസൂല പറഞ്ഞാണോ, എന്നാ ഞാൻ ഇതാണ് സമഉം തഅത്ത്. അപ്പൊ സമാധാനായി, ടെൻഷൻ ഇല്ല. വേറൊരാൾ പറഞ്ഞ ബേജാറുമില്ല നമുക്ക്. കാരണം എന്താ? ഞാൻ അനുസരിച്ച് റസൂലുള്ളാഹിനെ, റസൂലുള്ള പഠിപ്പിച്ചു, ഞാൻ അനുസരിച്ചു. എനിക്ക് ബേജാറൊന്നും, എനിക്ക് ബേജാർ പ്രശ്നമൊന്നുമില്ല. മൂന്നാമത്തത് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിരുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. 3-ാം അധ്യായം സൂറത്ത് അലി ഇംറാന്റെ 103-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. ഈ 3 കൃത്യമായിട്ടുണ്ടെങ്കിൽ പിന്നൊരു സമാധാനക്കേട് ഉണ്ടാവില്ല. വളരെ സ്വസ്ഥമാണ്, ശക്തമാണ്, ധൈര്യമാണ്. ഏതൊന്നിന്റെയും മുന്നിൽ കൂസാതെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകവും അതാണ്. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ജീവിക്കാനും അവസാനം മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ചരിച്ച് മരിക്കാനും അത്തരം ആളുകൾക്ക് അള്ളാഹു സൗഭാഗ്യം നൽകും. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ കൂട്ടുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം 1 മണിക്കൂറാണ് വിഷയം പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് വിഷയം പറഞ്ഞിട്ട് ബാക്കി സമയം മുഴുവനും നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാന്നുള്ള നിലക്ക് ആക്കാൻ വിചാരിച്ചിരുന്നു. പിന്നെ 1 മണിക്കൂർ നേരം ഇവിടുത്തെ ക്ലാസ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ലെവലങ്ങ് വിട്ടത്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശക്തമായ ഒരു ആദർശ പ്രബോധനമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം, ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ 1 മണിക്കൂർ എന്നുള്ളത് ഒരല്പം കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ ആദർശമാണ് 1 നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ, സലഫി പ്രബോധകന്മാർ കേരളത്തിൽ നടത്തിയത്. അവിടെ ഇങ്ങനെ പേടിച്ചും കുട്ടിച്ചാത്തനെയും മറ്റവരെയും മറിച്ചവരെയും പിന്നെ ചേക്കുട്ടിപ്പാപ്പാനെയും ജിന്നിനെയും ശൈത്താനെയും ഒക്കെ പേടിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ കാരണവന്മാരായ ആളുകളുടെ ഹൃദയത്തിൽ ഈ തനതായ വിശ്വാസം ഇട്ടുകൊടുത്തപ്പോ അവരതിൽ നിന്നൊക്കെ മാറി, ആ ഭയപ്പാടൊക്കെ മാറ്റി നിർഭയരായ ഒരവസ്ഥയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ കൊണ്ടുവന്നു. ബേജാറ് വരുമ്പോഴേക്കും മാലപ്പാട്ടുകളുടെ പിന്നാലെ പോയിരുന്ന ആളുകളെ പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ പ്രാർത്ഥനകളുടെയും ആ ശക്തമായ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ബേജാറുണ്ടോ? ഉടനെ റസൂലുള്ള പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളൂ. വിഷമം വരുന്നുണ്ടോ? റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കോളി. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുള്ള ദിക്റുകൾ ചൊല്ലിക്കോളി. അതോടൊപ്പം തന്നെ നമസ്കാരം കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനായി റസൂലുള്ള പഠിപ്പിച്ച ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 പ്രാവശ്യം പറഞ്ഞു. ഹത്താ യുംസി, പ്രദോഷത്തിലാകുന്നത് വരെയും പ്രൊട്ടക്ഷനാണ്. വൈകുന്നേരം 3 പ്രാവശ്യം പറഞ്ഞു. പ്രഭാതത്തിലാകുന്നത് വരെയും പ്രൊട്ടക്ഷനാണ്. പഠിപ്പിച്ചു കൊടുത്തു. എന്തിന് മാല, എന്തിന് മൗലിദ്, എന്തിനാണ് റാത്തീബ്, ക്രിമിനൽ സിവിൽ ക്രിമിനൽ റാത്തീബുകൾ എന്തിനാണ്? ഒന്നും വേണ്ട, വിട്ടേക്ക്, എല്ലാം വിട്ടു ജനങ്ങൾ. പ്രസവിക്കാൻ കിടക്കുന്ന ഉമ്മമാരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ സന്നിവേശിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം, ഉമ്മ നിന്റെ പ്രസവ വേദനയിൽ നീ അങ്ങ് മരിച്ചുപോയാൽ നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും കേട്ടോ, അടി കുറച്ചു നിന്നോളൂ. എന്തൊരു വിശ്വാസാണ്. മറ്റേത് പ്രസവം തുടങ്ങുന്നതിന് മുമ്പ്, പ്രസവത്തിന്റെ വേദന വരുന്നതിന് മുമ്പ് തന്നെ അത് വരാൻ വേണ്ടിയിട്ട് പിഞ്ഞാണം എഴുതിയും വെറ്റിലയിലെഴുതിയും കുടിക്കാൻ വേണ്ടി ബേജാറായി നടന്ന ഒരു കാലഘട്ടം ഉമ്മത്തിനുണ്ടായിരുന്നു. അവിടുന്ന് മാറി സമൂഹം. അതിനപ്പുറത്തേക്ക് കയ്യിൽ പൈസ കെട്ടി വിടുന്ന ഒരു കാലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അന്ന് 5 പൈസയാണ്, 5 പൈസ 10 പൈസയൊക്കെ ഉള്ള കാലാണ്. ചെറിയ കുട്ടികൾ കാണുമെന്ന് എനിക്കറിയില്ല. കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? 5 പൈസ ഓർമ്മയില്ല? അതെ, എനിക്ക് തന്നെ 10-38 വയസ്സുള്ളൂ. എന്നിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്
5 പൈസ, 10 പൈസ, ആ റൗണ്ടുള്ള പൂവിന്റെ ആതൃകയുള്ള 10 പൈസ, 25 പൈസ ഒക്കെ, 50 പൈസ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കെട്ടി കയ്യിൽ കെട്ടിയിട്ട് കയറ്റിവിടുന്നു. എന്തിനാ? ബേജാറ്. ഇത് രക്ഷപ്പെടുത്താൻ ഒരു കുഴപ്പമില്ലാതെ രണ്ടും പത്രാവണം. ഇപ്പുറത്തപ്പോ പെണ്ണുങ്ങൾ പാടിയത് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിഉൻ മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലും മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ് എന്ന് തുടങ്ങുന്ന നഫീസത്ത് മാല ചൊല്ലി കൂട്ടിനിരുന്നു ആളുകൾ. ഇവിടെ നിന്നൊക്കെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് പക്വതയാർന്ന ശക്തമായ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നപ്പോ ഇതെല്ലാം നാടുകടന്നു. പിഞ്ഞാണെഴുത്തും നൂലുകെട്ടലും മന്ത്രിക്കലും വെള്ളത്തിരൂതലും ഒക്കെ പോയി. ഇല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായിരുന്നു. ആ വിശ്വാസത്തിന്റെ തനിമയിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇന്ന് അതിന്റെ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന ചില ആളുകൾ വാദിക്കുകയാണ്, അല്ല മൗലവി പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ച എന്തേ കുഴപ്പം, ഖുർആനല്ലേ? ഒരു പേപ്പറിൽ ഖുർആനായത്തും അതുപോലെ അള്ളാന്റെ പേരുകളും സ്വഹീഹായ നിലക്ക് വന്നത് എഴുതി കെട്ടിയാൽ എന്തേ കുഴപ്പം? വെള്ളത്തിലൊന്ന് ഊതിക്കൊടുത്താൽ എന്താ കുഴപ്പം? ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് വിശ്വാസപരമായ അധമത്വത്തിലേക്ക് സമൂഹം വീണുപോകുന്നു. ശ്രദ്ധിക്കണങ്ങള്. ആ ആളുകൾക്ക് ഇപ്പോഴും പേടി, ആ ആളുകൾക്കാണ് ഭയം. പക്ഷെ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ഈ തനിമയായിരുന്ന ആദർശത്തെ ബോധ്യപ്പെടുത്തിയപ്പോ അല്പനേരം പകച്ചു നിന്നു ജനങ്ങൾ. കാരണം എന്താണെന്നറിയോ? വായിക്കുന്നത് മുഴുവനും കഴിഞ്ഞകാല വലിയ വലിയ പണ്ഡിതന്മാരുടെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞു വായിച്ചപ്പോ സ്വാഭാവികമായും സാധാരണക്കാരൊന്ന് ഞെട്ടിപ്പോയി. പക്ഷെ കുറഞ്ഞ നേരത്തേക്ക് ഉണ്ടായിരുന്നു ഞെട്ടൽ. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ശക്തമായ മേഖലകൾ മലവെള്ളപ്പാച്ചില് പോലെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയപ്പോ ജനങ്ങളൊക്കെ പിൻവാങ്ങി. ഇതാണല്ലേ നിങ്ങൾ ഞങ്ങളെ മറ്റേലേക്ക് കൊണ്ടുവരുന്ന, വേണ്ടട്ടോ ഞങ്ങളില്ലട്ടോ. ജനങ്ങൾ തിരിച്ചു പോന്നു. എന്റെ പ്രിയപ്പെട്ട ഈ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ ഈ ആദർശത്തിന്റെ ശക്തമായ ആദർശത്തിന്റെ പ്രബോധന രംഗത്ത് അടിയുറച്ചു നിൽക്കേണ്ടവരാണ്. കാരണം മുൻഗാമികൾ പ്രവർത്തിച്ച അതേ ശക്തമായ തീജ്വാലയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അവിടെ നമുക്ക് അടിപതറിക്കൂടാ, അവിടെ അപ്പുറത്ത് ആരെന്ന് നോക്കിക്കൂടാ. ശക്തമായി രംഗത്ത് വന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ പണ്ഡിതന്മാർ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന നിർഭയമായ വിശ്വാസത്തിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കഴിഞ്ഞ 15-ാം തീയതി മുതൽ ഇന്നിപ്പോൾ ഏകദേശം 8-ാം തീയതി എത്തി, 7-ാം തീയതി എത്തിക്കണം. ഇത്രയും ദിവസം ഈ സൗദി അറേബ്യയിൽ ഗ്രാമപ്രദേശങ്ങളടക്കം മിക്കവാറും പ്രദേശങ്ങൾ മുഴുവനും ഒന്ന് സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. അൽഹംദുലില്ലാഹ് ഓരോ സ്ഥലത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി സെന്ററുകൾ ശക്തമായ പ്രവർത്തനം നിതാന്ത ജാഗ്രതയിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലായിടത്തും സജീവമായ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ച പോലും ചെയ്യാൻ അത്തരം ആളുകൾ പേടിക്കുന്ന സന്ദർഭത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകരോട് ഞാൻ പറയാം, നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഈ കരുത്തുറ്റ ആദർശമാണ്. ആർക്കും തകർക്കാൻ പറ്റാത്ത ആദർശമാണിത്. ഒരാൾക്കും എതിര് പറയാൻ പറ്റാത്ത ആദർശമാണിത്. കാരണം ഈ ആദർശം ഖുർആനിൻ്റെതാണ്. ഈ ആദർശം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആദർശം. അതുകൊണ്ട് അതിലേക്ക് ശക്തമായി നിങ്ങൾ നിൽക്കണം. നല്ല മുഖലിസുകളായി മുത്തഖികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.